നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. പൗർവിഷൻ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരട്ടെ. നിങ്ങളുടെ സങ്കടങ്ങളെ ദൈവം പരിഹരിക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ. സങ്കീർത്തനം 18:30 നമുക്കൊന്നും കൂടെ വായിക്കാം. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. വഴി, വചനം, പരിച. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മളൊന്ന് ചേർത്ത് വെച്ച് വായിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് ഗ്രഹിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിയിൽ ജീവിതത്തെ അനുദിനം ക്രമപ്പെടുത്തുന്നവർ ദൈവത്തിലേക്ക് തിരിയും, ദൈവത്തെ ആശ്രയിക്കും. അങ്ങനെയുള്ളവർക്ക് ദൈവം പരിചയമായിരിക്കും. പരിച പണ്ടുകാലത്തെ ഒരു യുദ്ധ ഉപകരണമാണ്. ഇപ്പോൾ ഇസ്രായേലൊക്കെ ഉപയോഗിക്കുന്ന അയൺ ഡോം അല്ലേ, അങ്ങനെയല്ലേ ആ വാക്ക്? ശത്രു രാജ്യത്തുനിന്ന് വരുന്ന എത്ര ശക്തി കൂടിയ ആയുധങ്ങളെയും സെൻസർ ചെയ്തിട്ട് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ബ്ലോക്ക് ചെയ്യുക, തടയുക. ഇത് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇടത്തെ കയ്യിൽ ഒരു വലിയ ഇരുമ്പ് കൊണ്ടുള്ള, താമ്രം കൊണ്ടുള്ള, പൊന്നുകൊണ്ടുള്ള വലിയ വലിപ്പമുള്ള ഒരു ഷീൽഡ്, ഒരു പലക പിടിക്കും. ഇവിടെ ഹാൻഡിലുണ്ട്. പൊൻപരിചയൊക്കെ പിടിച്ച രാജാക്കന്മാരുണ്ട്. ഈ സാധനം ഒരു മനുഷ്യനെ മൊത്തം മറയ്ക്കും. അപ്പം അമ്പും വില്ലും കൊണ്ടുള്ള യുദ്ധകാലമാണെന്ന് വിചാരിക്കണം. ഒരൊറ്റ അമ്പ് പോലും ഇയാളുടെ മേത്ത് കൊള്ളുകയില്ല. കുറച്ചുകൂടെ കാലം മാറിയപ്പോൾ പരിചക്കാരൻ എന്നൊരു സ്റ്റാഫ് വന്നു. കാരണം 6 അടി പൊക്കമുള്ള മനുഷ്യനെ മറയ്ക്കണ്ടേ. അപ്പം അത് പിടിച്ചുകൊണ്ട് ഒരാൾ മുമ്പിൽ പോവുക, പ്രധാനയാൾ പുറകെ പോവുക. ഗോലിയാത്തിനൊരു പരിചക്കാരനുണ്ടായിരുന്നു എന്ന് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യനെ സ്വാധീനിക്കുകയും ആ വഴിയിൽ അവൻ നടക്കുകയും ചെയ്യുമ്പോൾ, ജീവിക്കുകയും ചെയ്യുമ്പോൾ, ആ വചനം, ആ ദൈവം അവൻ്റെ മുമ്പിൽ കയറി പരിചയമായിട്ട് നിൽക്കും. ഗോലിയാത്തിൻ്റെ പരിചയക്കാരനെ ദാവീദ് അട്ടിമറിച്ചു. ഗോലിയാത്തിൻ്റെ പരിചയക്കാരൻ്റെ കണ്ണ് വെട്ടിച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിയിലേക്ക് ദാവീദിൻ്റെ കല്ല് പാഞ്ഞുപോയി. എന്നാൽ ദൈവത്തിൻ്റെ പരിചയം വെട്ടിച്ച് നിന്നിലേക്കോ നിൻ്റെ കുടുംബത്തിലേക്കോ നിൻ്റെ തലമുറയിലേക്കോ ഒരു കല്ലും പാഞ്ഞു വരുവാൻ സാധ്യമല്ല. അത്ര സുരക്ഷിതത്വമുള്ളവനാണ് നീ. എന്തുകൊണ്ട്? നീ ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ വഴിയിലും ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ നിനക്ക് ചുറ്റും പരിചയമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.